അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോഴും അതുപോലെ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ഖിറാഅത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിക്കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ലോകാവസാനം വരെ മനുഷ്യ സമൂഹത്തെ പിഴപ്പിക്കുവാനുള്ള അനുവാദം, അവകാശം നേടിയെടുത്തിട്ടാണ് ശപിക്കപ്പെട്ട പിശാച് ഭൂമുഖത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളായിരുന്ന ആദം ഹവ്വ, ഈ രണ്ടുപേരുടെയും മനസ്സുകളിൽ കുതന്ത്രങ്ങൾ ചെലുത്തി അവരെ സ്വാധീന വലയത്തിലാക്കി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള കാരണക്കാരനായ പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുവായിട്ടാണ് പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് അഫതത്തഖിദൂനഹു വ ദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വ് ബിഅസ ലിൽവാലിമീന ബദല. വെള്ളിയാഴ്ച ദിവസം രാവിലെ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായി നിർദ്ദേശിച്ച സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മോട് ചോദിക്കുന്നത് അഫതത്തഖിദൂനഹു, നിങ്ങൾ അവനെ സ്വീകരിച്ചിരിക്കുകയാണോ, വദുർരിയ്യതഹു, അവന്റെ സന്താനങ്ങളെയും, ഔലിയാഅ മിൻ ദൂനി, എനിക്ക് പുറമെയുള്ള രക്ഷാധികാരികളായിട്ട് പിശാചിനെയും പിശാചിന്റെ സന്തതികളെയും നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ. വഹും ലക്കും അദുവ്വ്, അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാത്ത കാരണത്താൽ അവനെ ശത്രുവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. പക്ഷേ ആ ശത്രുവാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മിത്രങ്ങളായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു ശത്രു എന്ന് പ്രഖ്യാപിച്ച ശത്രുവിനെ പണ്ഡിതന്മാർ പറഞ്ഞു അൽ അദുവുൽ മുബീനുൽ ബാത്തിൽ, അവൻ ശത്രുവാണ്, സുവ്യക്തമായും കടന്നുവരുന്ന ശത്രുവാണ്. അൽ ബാത്തിൽ, അതുപോലെ തന്നെ രഹസ്യമായിട്ടാണ് അവൻ വരുന്നത്. സർവ്വവിധ സന്നാഹങ്ങളുമായി മനുഷ്യ സമൂഹത്തെ ഒന്നാകെ പിഴപ്പിക്കുവാൻ പറ്റുന്ന രൂപത്തിലുള്ള കുതന്ത്രങ്ങളുമായിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിരിക്കുന്നതായ രക്ഷ തേടലുകളും അതിന് അനുസൃതമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളും ഹദീസുകളും സൂറത്തുകളും പഠിച്ചു മനസ്സിലാക്കി പിശാചിനെ ശത്രുവായി തന്നെ കണ്ടുകൊണ്ട് വേണം ജീവിക്കുവാൻ എന്നത് വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഇസ്തിആദ എന്നാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ പറയാറുള്ളത് ബസ്മല എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ പറയാറുള്ളത് ബസ്മല എന്നാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ആ വചനത്തെക്കുറിച്ച് വന്നിട്ടുള്ള ചില പരാമർശങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ആഗ്രഹിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നതായി പറയുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യഅരിഫു ഫസ്ല സൂറത്തി ഹത്താ യൻസില അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഇറങ്ങുന്നതുവരെ സൂറത്തുകൾക്കിടയിലുള്ള വേർതിരിവ് അറിയുമായിരുന്നില്ല. അപ്പൊ ഓരോ സൂറത്തുകളെയും തമ്മിൽ വേർതിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണേത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല. അത് ഇറങ്ങുന്നത് വരെ ഈ സൂറത്തുകൾ തമ്മിലുള്ള ഒരു വേർതിരിവിനെ എന്ത് ചെയ്തിരുന്നില്ല, തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. ഏതാനും ചില താബിഈങ്ങളുടെയും അതേപോലെ ചില സഹാബത്തിന്റെയും അഭിപ്രായമായിക്കൊണ്ടും പിന്നീട് കടന്നു വന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമായിക്കൊണ്ടും പറയുന്നു, അന്നഹ ആയത്തുൻ, അതൊരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ കുല്ലി സൂറ, എല്ലാ സൂറത്തിലെയും, ഇല്ല ബറാഅ, സൂറത്തുൽ ബറാഅ ഒഴിച്ച്. ഏതാ സൂറത്തുൽ ബറാഅ? ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാ? തൗബ. ആ തൗബയുടെ മറ്റൊരു പേരാണെന്ത്? ബറാഅത്ത്. സൂറത്തുൽ ബറാഅ എന്നാണ് പറയാ. അപ്പൊ സൂറത്തുൽ ബറാഅ ഒഴികെ ബാക്കി എല്ലാ സൂറത്തുകളുടെയും ഒരു ആയത്തായിക്കൊണ്ടാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ബസ്മലയെ കണ്ടിട്ടുള്ളത്. ബസ്മല എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിആദ എന്ന് പറഞ്ഞാൽ എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിറാഅത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സുഇല, അദ്ദേഹം ചോദിക്കപ്പെട്ടു, അൻ ഖിറാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഖിറാഅത്തിനെ കുറിച്ച്, നബി എങ്ങനെയായിരുന്നു ഖുർആൻ ഓതിയിരുന്നത് എന്നതിനെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്താ അനസിനോട് ചോദിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സേവകനായിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു? വലിയ പ്രസംഗത്തിലൊക്കെ നമ്മൾ പറയാറില്ല നബിയുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ 10 വർഷം സേവനം അനുഷ്ഠിച്ചു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും എന്നോട്, അനസേ നീ എന്തിനാ ഇത് ചെയ്തത്, നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് പോലും എന്നോട് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഒരാക്ഷേപ സ്വരത്തിൽ, ഒരു ഉപദേശ സ്വരത്തിൽ, ഒരു കൽപ്പനാ സ്വഭാവത്തിൽ എന്നോട് ചെയ്തിട്ടില്ല നബി ഇതുവരെ 10 വർഷത്തിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വഭാവം കൂടി എന്ത് ചെയ്യണം? പരിശോധിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഖുർആൻ ഓതിയിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, കാനത് ഖിറാഅത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്തായിരുന്നു മദ്ദൻ. മദ് നീട്ടണം എന്നാണ് അല്ലെ? മദ് എന്ന് കേട്ടില്ലേ? ശബ്ദാണ് ഇരട്ടിപ്പിക്കൽ. മദ് എന്താ? നീട്ടുക. ചില അക്ഷരങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാവും, കണ്ടുണ്ടോ? ഖുർആൻ തുറന്നാലാ കാണുള്ളൂ, അല്ല കാണില്ല. വലദ്ദാലിൻ എടുത്ത് നോക്കിയാൽ മതി, എളുപ്പത്തിൽ അറിയാവുന്ന സാധനമാണല്ലോ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അതിന്റെ മേലെ ഇങ്ങനെ ഒരു വര ഉണ്ടാവും. കട്ടി കൂട്ടിയിട്ട് കണ്ടിട്ടില്ലേ? കട്ടിയില്ലാതെ ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കും. അതും മദ്ദെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആ മദ്ദിന് തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം. ജീവിതം പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? ആ ഫതഹിന്റെ അളവനുസരിച്ചിട്ടാണ്. മദ്ദിന്റെ കനം കൂടുന്നതിനനുസരിച്ച് അതിന്റെ അക്ഷരത്തിന്റെ വലിപ്പം എന്ത് ചെയ്യും? നീളം കൂടും. മദ്ദിന്റെ കനം കുറഞ്ഞതനുസരിച്ച് അക്ഷരത്തിന്റെ വലിപ്പം കുറയും. തജ്വീദ് പഠിക്കൽ നിർബന്ധമാണെന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാനത് ഖിറാഅത്തുഹു മദ്ദ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് നല്ല നീട്ടിയായിരുന്നു. പിന്നെ അദ്ദേഹം ഓതിക്കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നബി ഓതിയിരുന്നു. യമുദ്ദു ബിസ്മില്ല, ബിസ്മില്ല ഒന്ന് നീട്ടും, ബിസ്മില്ലാ എന്ന് നീട്ടും. വയമുദ്ദുർ റഹ്മാൻ, അർ റഹ്മാൻ എന്ന് നീട്ടും. വയമുദ്ദുർ റഹീം, റഹീമിനെയും എന്ത് ചെയ്യും? നീട്ടും. അപ്പൊ നോദിയൊക്കെ ബിസ്മില്ല. ഇതുപോലെയാണ് ഓതാറുള്ളത്. ആണോ? അങ്ങനെ ആവണം. മനസ്സിലാവുന്നുണ്ടോ? ഓരോന്നും ഓരോന്നും നീട്ടി നീട്ടി ഓതണമെന്ന് പറഞ്ഞ് നബി അങ്ങനെ ആയിരുന്നു നമ്മളും ധരിക്കണം, അങ്ങനെ ആകണം. തജ്വീദ് എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥമുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? അറബി ഭാഷ പഠിപ്പിക്കാനാണോ? ഖുർആൻ ഓതാൻ മാത്രമാണ്. ഹദീസ് പറയാൻ തജ്വീദിന്റെ ആവശ്യമില്ല. ഖുർആൻ ഓതാൻ വേണ്ടി മാത്രമാണിത് തജ്വീദ് എന്ന് പറയുന്ന നിയമം. ആ നിയമം വളരെ ഗൗരവത്തിൽ ഓരോ മുസ്ലിം എന്ത് ചെയ്യണം? പഠിച്ചിരിക്കേണ്ടതാണ്. അത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന വിഷയമാണ്. അതേപോലെ തന്നെ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖതഉ ഖിറാഅതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഖിറാഅത്തിനെ മുറിച്ചു മുറിച്ചു ഓതിയിരുന്നു. നബി ഖിറാഅത്ത് നടത്തുമ്പോൾ എന്ത് ചെയ്യും? മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ആയത്ത് കഴിയുമ്പോഴും നിർത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ ഓരോ ആയത്തുകളും നിർത്തി നിർത്തി നിർത്തിയായിരുന്നു നബി എന്ത് ചെയ്യുന്നത്? ഓതിയിരുന്നത്. നമ്മളോ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഒരു ശ്വാസം കൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ശരിയല്ലേ? കാരണം നമുക്ക് നബീനേക്കാൾ വലിയ തിരക്കുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വിശദീകരിക്കുന്നിടത്ത് ഇദ്ദേഹം എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തതിഹു സ്വലാത്ത ബിതക്ബീർ. നബി നമസ്കാരം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? തക്ബീർ കൊണ്ടാണ്. വൽ ഖിറാഅത്തു, ഖിറാഅത്ത് ആരംഭിക്കുന്നത് ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതുകൊണ്ടാണ് ആരംഭിക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വബിമാ ഫി സ്വഹീഹൈനി, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആരംഭിക്കാന്ന് പറഞ്ഞാൽ പിന്നിൽ നിൽക്കുന്നവർക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ വാക്കെന്താ? അല്ലാഹു അക്ബർ. അതിനുശേഷം പിന്നിലുള്ളവരെന്താ കേൾക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. അപ്പൊ ഉറക്കം ഓതുന്ന നമസ്കാരത്തിൽ അഊദും ബിസ്മിയും ഓതണം. പക്ഷെ അതെങ്ങനെ ഓതേണ്ടത്? മനസ്സിലാണ് ഓതേണ്ടതെന്നാണ്. അതിന്റെ ഒരു ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. സ്വല്ലൈതു ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ നമസ്കരിച്ചു. വ അബീ ബക്കറിൻ വ ഉമറ വ ഉസ്മാൻ, ആദ്യത്തെ 3 ഖലീഫമാരുടെ പിന്നിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? നമസ്കരിച്ചു. ഫകാനു യസ്തഫ്തിഹൂന സ്വലാ, ഫകാനു യസ്തഫ്തിഹൂന, അവരെല്ലാവരും തന്നെ ഖിറാഅത്ത് ആരംഭിച്ചിരുന്നത് ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉറക്കെ ഓതിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? അവരെല്ലാവരും തന്നെ അവരുടെ ഖിറാഅത്ത് ആരംഭിച്ചിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല യദ്കുറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി അവ്വലി ഖിറാഅത്തിൻ വല ഫി ആഖിരിഹാ. ഖിറാഅത്തിലെ ആദ്യത്തിലോ ഖിറാഅത്തിലെ അവസാനത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുമായിരുന്നില്ല. ഓതുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉറക്കെ ഓതാറുണ്ടായിരുന്നില്ല. അപ്പോ സുബഹി നമസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്ത്, മഗ്രിബ് ഇശാ നമസ്കാരങ്ങളുടെ ആദ്യത്തെ 2 റക്അത്തിൽ നബി ഉറക്ക ഓതും. ആ ഉറക്ക ഓതുന്ന നമസ്കാരത്തിൽ പിന്നിൽ നിൽക്കുന്ന സഹാബത്ത് കേട്ടിരുന്നത് ഒന്നാമത് തക്ബീറാണ്, രണ്ടാമത്തത്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. അതുകൊണ്ട് നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമ് ഓതൽ ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ നിന്ന് ആയിരിക്കണം. അതുപോലെ തന്നെ ഫസ്ലു ഫി ഫദ്ലിഹ, ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഒന്നാമത് പറഞ്ഞത് സൂറത്തുകൾ തമ്മിലുള്ള വേർതിരിവാണെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. അതേപോലെ തന്നെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്ത് നടത്തുമ്പോൾ എന്ത് ഓതിയിരുന്നു? ബിസ്മി ഓതിയിരുന്നു. എന്നാൽ നബി നമസ്കാരം ആരംഭിച്ചിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് ആയിരുന്നു എന്നതാണ്. അതേപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ബസ്മല എന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് എത്രമാത്രം ശ്രേഷ്ഠത കൽപ്പിക്കേണ്ടതുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പണ്ഡിതന്മാർ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, മൻ അറാദ അൻ യുനജ്ജി അല്ലാഹു മിനൽ സബാനിയത്തി 19. സബാനിയത്തിന്റെ മലക്കുകൾ എന്ന് കേട്ടല്ലോ? അല്ല, നരകത്തിനെ കാക്കുന്ന മല്ലന്മാരായ മലക്കുകളാണ് സബാനിയാക്കൾ. സൂറത്ത് അലക്ക് ഓതിയിട്ടുണ്ടോ? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖാണ് ഈ അലഖ് എന്ന് പറഞ്ഞ സൂറത്ത് അറിയോ? ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ. അവർ അവരുടെ ആളുകളൊക്കെ വിളിച്ചോട്ടെ, ഞാൻ സബാനിയാക്കളെ വിളിക്കുന്നു. സബാനിയാക്കൾ നബി മലക്കുകളുടെ കൂട്ടത്തിലെ മല്ലന്മാരായ മലക്കുകളാണ്. നരകത്തെ കാക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയാ? നരകത്തെ കാക്കുന്ന എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ടുവരുന്ന മലക്കുകളല്ല, നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ 19 എന്നാണ്. നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേര്, നേതാവിന്റെ പേര് മാലിക് എന്നാണ്. സൂറത്തുൽ മുൽക്കില് അത് കാവൽക്കാരല്ല, അതതിന്റെ മേൽനോട്ടക്കാരൻ. ഖസാഇന ആവ. വിശദീകരണം നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ വിശദീകരണം നോക്കിയിട്ടില്ല. റിദ്വാൻ എന്നും പറഞ്ഞിട്ട് മലക്കിന് പേരില്ല. റിദ്വാനില്ല. അതുപോലെ തന്നെ അസ്രായിൽ. മലക്കുൽ മൗത്തിന്റെ പേരെന്താ? എന്നാ അസ്രായിൽ എന്ന് പറഞ്ഞിട്ട് മലക്കില്ല. മലക്കുൽ മൗത്തിന്റെ പേര് മലക്കുൽ മൗത്ത് എന്ന് തന്നെയാണ്. അങ്ങനെ എന്നെ പഠിച്ചു വെക്കണം. ഹദീസിലും ആയത്തിലൊക്കെ ഉള്ള എന്താ? മലക്കുൽ മൗത്താണ്. അങ്ങനെ ആവില്ല. അവരുടെ നേതാവായിട്ട് മലക്കുൽ മൗത്ത്, ആ റൂഹിനെ പിടിക്കുന്ന മലക്ക്. മലക്കുൽ മൗത്തിന് ഒരുപാട് സഹായികളുണ്ട്. അത് ഇപ്പോ വേറൊരു വിഷയമാണ്. അപ്പോ നരകത്തെ കാക്കുന്ന മലക്കുകളിൽ നിന്ന് 19 മലക്കുകളിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷ വേണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഫൽയഖ്റ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവൻ എന്ത് ചെയ്യട്ടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതട്ടെ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറയും. ഖുർആൻ ഓതുന്ന സമയത്ത് ബിസ്മില്ല അല്ല, ഖുർആൻ ഓതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ എന്ത് ചെയ്യണം? പൂർത്തീകരിച്ചിട്ട് ഓതണം എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ബിസ്മില്ല എന്ന് പറയുന്നതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത് എന്താ പറഞ്ഞേ? ശ്രേഷ്ഠത. ഇപ്പൊ പറഞ്ഞ ഹദീസ്, നരകത്തെ കാക്കുന്ന 19 മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, നബിയുടെ തൊട്ടു പിന്നിൽ ഞാൻ എന്ത് ചെയ്യാണ്?
സഞ്ചരിക്കുകയാണ്. പറയുന്നത് അബ തമീമ റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം ഇങ്ങനെ വഴുതി. ആസറ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ കാലം തീരും വഴി നമ്മൾ നടക്കാറുമ്പോ വഴുതാറില്ലേ? അങ്ങനെ വഴുതുമ്പോൾ എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? ഒന്നും പറയാറില്ല. അപ്പൊ എന്താ പറയുന്നത് പറഞ്ഞുതരാം. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞാരാ? ഹദീസ് ധരിക്കുന്ന സഹാബി പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു? നബി അങ്ങനെ വഴുതണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഷൈത്താൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു. പിശാച് കാരണത്താലാണ് ഇപ്പൊ നബിക്കത് കാല് വഴുതിയത് എന്നുള്ള രൂപത്തിൽ ഷൈത്താൻ എന്ന് ഞാൻ പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി എന്നോട് എന്ത് പറഞ്ഞു? ലാ തഖുൽ ഷൈത്താൻ, ഷൈത്താൻ നീ എന്ത് ചെയ്യരുത്? പറയരുത്. പിശാച് നശിക്കട്ടെ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഇന്നക ഇദാ ഖുൽത ഷൈത്താൻ എന്ന് നീ പറഞ്ഞാൽ പിശാച് നശിക്കട്ടെ എന്ന് നീ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? വലുതാണെന്ന് പറഞ്ഞു. അവരല്പം മഹത്വം വരും. എന്നെ കൊണ്ട് ഇത് പറ്റുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഒരാളുടെ കാല് വഴുതി വീഴ്ത്താൻ എന്നെ കൊണ്ട് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? അവനല്പം മഹത്വം വലുതാവാൻ തുടങ്ങും. മാത്രമല്ല കാല അവൻ പറയും ബിഖുവ്വതി ശറഅതുഹു, എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അവനെ മറിച്ചിട്ടത്. മനസ്സിലായോ പറഞ്ഞ്? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അഥവാ ആക്ഷേപ രൂപത്തിൽ ഒരു വാക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. വഇദാ ഖുൽത, ഇനി നീ പറഞ്ഞത് ബിസ്മില്ല എന്നാണെങ്കിൽ, കാര്യം എഴുതാൻ പോയപ്പോഴേ ബിസ്മില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവനിങ്ങനെ ചെറുതാകും. ഏതുപോലെ? ഒരു ഈച്ചയോളം ചെറുതാവും. കാരണം എന്താ? എന്നെ കൊണ്ട് അതിനോട് പറ്റൂല എന്ന് മാത്രമല്ല, ബിസ്മില്ല അവന്റെ ശത്രുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അപകടങ്ങളോ അബദ്ധങ്ങളോ കാല് തട്ടോ പിടിക്കോ വഴുതോ ചെയ്താൽ എന്താ പറയേണ്ടത്? ബിസ്മില്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. ബിസ്മില്ല ഒരു ശ്രേഷ്ഠതയാണ്. അതേ റഹ്മാൻ റഹീം എന്ന് വേണ്ട. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഉസാമത്തുബിനു ഉമൈർ അൻ അബീഹി, ഉസാമത്തുബിനു ഉമൈർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ തൊട്ടു പിന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഫദക്കറഹു, എന്നിട്ട് അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു. ഞാൻ നബിയുടെ പിന്നാലെ നടക്കുമ്പോ കാല് വഴുതി, അപ്പൊ ഞാൻ തൈസ ശൈത്താൻ എന്ന് പറഞ്ഞു. അപ്പൊ നബി എന്ത് പറഞ്ഞു? ലാ തഖുൽ ഹാകദ, നീ പ്രകാരം പറയരുത്. തൈസ ശൈത്താൻ നീ എന്ത് ചെയ്യരുത്? പറയരുത്. അപ്പൊ ഇന്നഹു യതആവമ, അവരിങ്ങനെ വലുതാകാൻ തുടങ്ങും. ഹത്ത യകൂന കൽ ബൈത്ത്, ഒരു വലിയ വീട് പോലെയാവും. വലുതായിട്ട് എന്റെ മഹത്വം കൊണ്ട് അവൻ എന്ത് ചെയ്തു? വീണു എന്ന രൂപത്തിൽ അവൻ സ്വയം പെരുമ നടിച്ചിട്ട് അവനൊരു വീട് പോലെയായി മാറും. വലാകിൻ ഖുൽ, പക്ഷെ നീ പറയേണ്ടത് ബിസ്മില്ല എന്നാണ്. നീ ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ ഫഇന്നഹു യസ്ഗറു ഹത്ത യകൂന കദ്ദുബാബ, അവൻ ചെറുതായി ഏതുപോലെയാകും? ഒരു ഈച്ചയോളം അവൻ ചെറുതാകും. അല്ലെ? ഒരു ഹദീസിൽ കാണാം, ഖുർആൻ ഓതുന്ന സമയത്ത് തിലാവത്തിന്റെ സുജൂദ് വന്നാൽ, എന്താ തിലാവത്തിന്റെ സുജൂദ്? സൂറത്ത് സജ്ദയിലൊക്കെ വരാറില്ല. തിലാവത്തിന്റെ സുജൂദ് ഖുർആൻ ഓതുന്നവർക്കാണ്. ഖുർആൻ ഓതിങ്ങനെ പോണ സമയത്ത് സുജൂദിന്റെ ആയത്ത് വന്നാൽ, അല്ലെ? സൂറത്ത് അലക്കിന്റെ അവസാനത്തെ ആയത്ത് എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖിന്റെ അവസാനം ഉണ്ടോ? വസ്ജുദ് വഖ്തരിബ്, വസ്ജുദ്, നീ സുജൂദ് ചെയ്യണം. അപ്പൊ ആയത്ത് ഓതി കൊടുത്തിട്ട് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. അല്ലാഹു അക്ബർ വേണോ? വേണ്ട. നമസ്കാരത്തിൽ വേണം അല്ലാഹു അക്ബർ. നമസ്കാരത്തിൽ ഓതുന്ന ഇമാം എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. അപ്പൊ മാമൂങ്ങൾ ചെയ്യണം. ഇമാം ചെയ്തില്ല എന്ന് രീതിയിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്യണം. വസ്തുത കൽപ്പനയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഖിറാഅത്തിന്റെ സമയത്ത് ആ സുജൂദ് വന്നപ്പോൾ ഒരു സുജൂദ് ചെയ്താൽ പിശാച് കരയും. പിശാച് കരഞ്ഞു തളരുന്നതാണ്. എന്തിനാ അവൻ കരയുന്നത്? എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ശാപം. ആദമിന്റെ സന്തതിയോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് അവൻ സുജൂദ് ചെയ്തു, അവൻ വിജയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിശാച് എന്ത് ചെയ്യും? കരയും. അവന് സങ്കടം വരുമെന്നാണ്. അതുകൊണ്ട് പിശാചിനെ സങ്കടപ്പെടുത്താൻ എന്ത് ചെയ്യണം? തിലാവത്തിന്റെ സുജൂദിന്റെ രംഗം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഉപദ്രവം, കാല് വഴുതുകയോ വാഹനം വഴുതുകയോ ഒട്ടകത്തിന്റെ കാല് വഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചു പോകുന്ന വാഹനത്തിന്റെ എന്തെങ്കിലും തകരാറ് പോലും ചെയ്താൽ എന്താ പറയേണ്ടത്? അശാപവാക്കുകളല്ല പറയേണ്ടത്. ഷോ 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 എന്ന് പറയല്ല വേണ്ട. പിന്നെ എന്ത് വേണം? ബിസ്മില്ല എന്ന് പറയാം. നമ്മളൊക്കെ അങ്ങനെയാണ്. നേരത്തെ ഒരു അപകടം കേൾക്കുമ്പോഴാണ് പറയുന്നത്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ബിസ്മില്ല എന്നാണ്. അതുകൊണ്ട് അത് പറയാൻ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായി കാണാം, ഫഹാദ മിൻ തഅ്തീരി ബർക്കത്തി ബിസ്മില്ല. ഇത് ബിസ്മില്ല എന്ന പദത്തിന്റെ ബർക്കത്താണ് അറിയിക്കുന്നത്. ബിസ്മില്ലയ്ക്ക് എന്തുണ്ട്? ബർക്കത്തുണ്ട്, ഒരനുഗ്രഹമുണ്ട്. ആ ബിസ്മില്ലയുടെ ബർക്കത്താണത്. വലിഹാദ തസ്തഹിബ്ബു ഫി അവ്വലി കുല്ലി അമലിൻ വഖൗലി. അതുകൊണ്ട് ഓരോ പ്രവർത്തനത്തിന്റെയും ഓരോ വാക്കിന്റെയും മുന്നിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ത് പറയാൻ? ബിസ്മില്ല പറയാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് ചില പണ്ഡിതന്മാര് പറയും ബിസ്മില്ല ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്നേ വായിക്കാവുന്നു പറയും. മനസ്സിലാവുന്നുണ്ടോ? ബിസ്മില്ല പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നതേ പറയാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ബിസ്മില്ല പറഞ്ഞിട്ട് വായിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ എന്താ? ഈ മാമാസികളൊന്നും അപ്പൊ വായിക്കാൻ പറ്റൂല. ബിസ്മില്ല പറഞ്ഞിട്ട് വായിക്കാൻ പറ്റുമോ? അത് അതിന് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അതുപോലെ നല്ല പരദൂഷണ ഇരട്ടിയൊക്കെ പറയാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കാണ്. അപ്പൊ ബിസ്മില്ല പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ബിസ്മില്ല പറയാൻ പറ്റുന്ന വാക്കും ബിസ്മില്ല പറയാൻ പറ്റുന്ന വായനയും ആയിരിക്കണം എന്ത്? ഗുണകരമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാരുടെ കൗലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഇവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഏതൊരു അമല് ചെയ്യാനായിരുന്നു. വീട്ടിൽ യാത്ര തുടങ്ങണം, അപ്പൊ എന്താ പറഞ്ഞ? ബിസ്മില്ല. കണ്ട, തവക്കൽതു അലല്ലാഹ്. വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നു, ബിസ്മില്ല. അത് അങ്ങനെയല്ല, എല്ലാ രംഗങ്ങളിലും എന്ത് വേണം? ബിസ്മില്ല പറയണം. പഠിപ്പിക്കാൻ തുടങ്ങുന്നു, ബിസ്മില്ല പറയണം. അതിനൊരു ബർക്കത്തുണ്ട് ആ ബിസ്മില്ലക്ക്. കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നു, മോളെ ബിസ്മില്ല പറഞ്ഞിട്ട് തുടങ്ങുക എന്ന് പറയാൻ പറ്റണം. എഴുതുമ്പോ അതൊക്കെ എന്ത് ചെയ്യണം? പഠിപ്പിക്കേണ്ട ഘടകങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായി കാണാൻ സാധിക്കുന്നു, വതസ്തഹിബുൽ ബസ്മല ഇൻദ ദുഖൂലിൽ ഖലാ. ബാത്റൂമിൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ല പറയണം. ഒന്ന് പ്രാർത്ഥിച്ചേ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിസ്. പറയാറുണ്ടോ? അകത്ത് കയറിയിട്ടല്ല പറയേണ്ടത്, പുറത്തുനിന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്കാണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അവ പറഞ്ഞിട്ട് അകത്ത് കയറണം. അകത്ത് കയറുമ്പോ ഏതാ കാല് വെക്കേണ്ടത്? ആ ഇടത് കാലാണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ വതസ്തഹിബ്ബു ഫി അവ്വലിൽ വുദൂഇ. വുദൂഇന്റെ ആരംഭത്തിൽ എന്ത് വേണം? ബിസ്മില്ല വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല, ബിസ്മില്ല വേണം. വുദൂഇന്റെ ആരംഭത്തിൽ എന്ത് പറയണം? ബിസ്മില്ല പറയണം. പറയാറുണ്ടോ? പറയാറുണ്ടല്ലോ? ഉണ്ട്. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മില്ലാഹി അലൈഹി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ വുദൂഅ, വുദൂഅ ഇല്ല, ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. ബിസ്മില്ല പറയാതെ വുദൂഅ ചെയ്യുന്നവന് അവന്റെ വുദൂഅ എന്തല്ല? പൂർണ്ണമല്ല. അതിന്റെ അർത്ഥം എന്താ? നിസ്കാരം കിട്ടൂലെന്നാണ്. വേറൊരു ഹദീസിൽ കാണാം, ബിസ്മില്ല ചൊല്ലാതെ വുദൂ ചെയ്യുന്നതിന് നിസ്കാരമില്ല എന്നാ പറഞ്ഞു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കൈ കഴുകാൻ തുടങ്ങുന്നതിന് മുന്നേ എന്ത് വേണം? ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൈ കഴുകാനായിട്ട് ആരംഭിക്കേണ്ടത്. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വേണ്ട, ബിസ്മില്ല എന്ന് മതി. അപ്പൊ ബിസ്മില്ല എന്ന് പറയാതെ ഒരാൾ വുദൂ ചെയ്താൽ അദ്ദേഹത്തിന്റെ വുദൂ പൂർണ്ണമല്ല. പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, വകദാ തസ്തഹിബു ഇൻദ ദബീഹ. ദബീഹ എന്ന് പറഞ്ഞാൽ ബലിയെറുക്കുക. ബലിയെറുക്കുന്ന സമയത്ത് എന്ത് പറയണം? ബിസ്മില്ല. അല്ലെ? ബിസ്മില്ല എന്ന് പറയണം.
അല്ലാഹു അക്ബർ എന്ന് പറയണം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലെ? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പിന്നെന്താ പറയണ്ടേ? ഉദ്ഹിയ്യത്താണ് ഇറക്കുന്നെങ്കിൽ അല്ലാഹുമ്മ മിൻക വലക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി. ഇത്രയും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ബലിയെടുക്കേണ്ടത്. ഉദ്ഹിയ്യത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയെടുത്ത സമയത്ത് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ലക വ മിൻക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളുഹിയ്യത്തിന്റെ സമയത്ത് ചെയ്തിരുന്ന മര്യാദകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് പണ്ഡിതന്മാരെ നമ്മൾ ഓർമ്മപ്പെടുത്തി, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിറബീബിഹി ഉമർ ഇബ്നു അബീ സലമ. ഉമർ ഇബ്നു അബീ സലമയുടെ റബീബിനോടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ബിസ്മില്ലാ, നീ എന്ത് ചെയ്യണം? ബിസ്മില്ല പറയണം. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈകൊണ്ട് നീ തിന്നണം. വകുൽ മിമ്മ യലീക, നിന്റെ അടുത്ത ഭാഗത്ത് നീ എന്ത് ചെയ്യണം? തിന്നണം. ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടിയോട് നബി പറഞ്ഞു കൊടുക്കാണ്, മോനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നീ എന്ത് പറയണം? ബിസ്മില്ല പറയണം. അതുപോലെ നിന്റെ വലത് കൈകൊണ്ട് എന്ത് ചെയ്യണം? നീ ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ പാത്രത്തിന്റെ തൊട്ടടുത്ത ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം? കഴിക്കണം. അത് തൊട്ടടുത്ത ഭാഗത്ത് കഴിക്കണം എന്ന് പറയുന്ന കാരണം ഒരാൾക്ക് ഒരു പാത്രം കൊടുത്താൽ പിന്നെ അയാൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ചര്യ എന്താ? എല്ലാരും ഒരു വീട്ടിലുള്ള എല്ലാരും വാപ്പയും മോനും ഭാര്യയും ഭർത്താവും മക്കളെ കൂടിയിട്ട് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കലാണ്. അതാണ് സുന്നത്ത്. മനസ്സിലാകുന്നുണ്ടല്ലോ? വലിയൊരു പാത്രം വാങ്ങും, ആ പാത്രത്തിലേക്ക് ഇടും, കറി ഒഴിക്കണേ കറി ഒഴിക്കും, തൊട്ടടുത്തുനിന്ന് എന്ത് ചെയ്യും? ആ കറി ഒഴിച്ച ഭാഗം കഴിക്കും. ശരിക്കും വീട്ടില് എല്ലാവരും കൂടി അങ്ങനെ കഴിക്കണം എന്നൊക്കെ വചനങ്ങൾ കാണാൻ സാധിക്കും. സുന്നത്തുകളിൽ പെട്ടതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വക്കുൽ മിമ്മ യലീക, നിന്റെ തൊട്ടടുത്തുനിന്ന് നീ എന്ത് ചെയ്യണം? കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ ഓർമ്മപ്പെടുത്തി. അതേപോലെ തന്നെ പറയുന്നു, വകദാലിക തസ്തഹിബു ഇൻദൽ ജിമാ, തന്റെ ഇണയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മില്ല പറയൽ അനുവദിക്കപ്പെട്ടതാണ്. ബിസ്മില്ല പറയണം. عن ابن عباس رضي الله عنه أن رسول الله صلى الله عليه وسلم قال, ابن عباس رضي الله عنهما ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതിയ അഹ്ല, അവരിൽ ഒരാൾ അഥവാ ഒരാൾ തന്റെ ഇണയുമായി ബന്ധപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഖാൽ, അവൻ എന്തു പറയണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖതനാ എന്ന് പറയണം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഫഇന്നഹു യഖ്ദിർ ബൈനഹുമാ വലദുൻ, ആ ബന്ധത്തിൽ അല്ലാഹു ഒരു സന്താനത്തെ ഖദർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, ലം യദുറുഹു ശൈത്വാൻ അബദ, ശൈത്താൻ അവനെ ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്രയാസത്തിൽ കൊടുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാ പ്രാർത്ഥിക്കേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ. എന്താ ജന്നിബ? ജന്നബ, ജന്നിബ് അകറ്റണം. ജന്നിബിന ശൈത്വാന, ശൈത്വാനിനെ ഞങ്ങളിൽ നിന്നും അകറ്റേണമേ. വജന്നിബി ശൈത്വാന മാ റസഖതന, നീ ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും പിശാചിനെ എന്ത് ചെയ്യണം? അകറ്റേണമേ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ ഇതെന്ത് ചെയ്യണം? നിർബന്ധമായും പഠിച്ചിരിക്കണം. അത് പഠിച്ച് അത് അവനവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നതാണ് ഈ ഹദീസുകളൊക്കെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബിസ്മില്ല പറയണം. ഏതൊക്കെ രംഗങ്ങളിലാ പറയേണ്ടത്? പണ്ഡിതന്മാർ ഓരോ രംഗങ്ങളും പറയാതെ ഇദ്ദേഹം അതിന്റെ ഓരോ ഭാഗങ്ങൾ മാത്രം എടുത്തുദ്ധരിക്കുകയാണ്. ഇൻ കാന ഖിയാമൻ ഔ ഖുഊദൻ, അവൻ ഇരിക്കുകയാണെങ്കിലും അവൻ നിൽക്കുകയാണെങ്കിലും എന്തെന്ന് പറയണം? ബിസ്മില്ലാ എന്ന് പറയണം.
ഇരിക്കുകയാണ് എന്തെന്ന് പറഞ്ഞിട്ട് ഇരിക്കണം? ബിസ്മില്ല. നിൽക്കുകയാണെങ്കിലോ ബിസ്മില്ല പറഞ്ഞിട്ട് നിൽക്കണം. ഔ അകലൻ ഔ ഷുറുബൻ, അല്ലെങ്കിൽ തിന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടിക്കുകയാണെങ്കിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ല പറയണം. ഇനി ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കാൻ തീരുമാനിക്കുന്നെങ്കിലോ അപ്പോഴും ബിസ്മില്ല പറയണം. ഔ ഖിറാഅത്തൻ, അല്ലെങ്കിൽ വായിക്കാൻ നേരത്ത്, ഖുർആൻ ഓതുമ്പോൾ അതല്ലാത്തതും. ഔ വുദൂഅൻ, അല്ലെങ്കിൽ വുദൂ ചെയ്യുന്ന സമയത്ത്. ഔ സ്വലാത്തിൻ, അല്ലെങ്കിൽ നമസ്കാരത്തിൽ. ഫൽ മശ്റൂഉ, അവിടെ ശറഅാക്കപ്പെട്ടിരിക്കുന്നു, നിയമമാക്കപ്പെട്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഉച്ചരിക്കുക എന്നുള്ളത്. എന്താണത്? ശറഇൽ, മത നിയമങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പറയുന്നു കുല്ലഹു തബറുകൻ വതയമ്മുനൻ വസ്തആനതൻ അലൽ ഇത്മാമി വതഖബ്ബൽ വല്ലാഹു അഅലം. എന്നിട്ട് അദ്ദേഹം പറയാണ് അതൊരു ബർക്കത്തിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ അദ്ദേഹം മുന്തിക്കാൻ വേണ്ടിയിട്ടാണ്, സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അലൽ ഇത്മാം, ഈ ചെയ്യുന്ന ജോലി പൂർണ്ണമാകാൻ വേണ്ടിയിട്ടേ ഇസ്തിആനത്ത് സഹായത്തേട്ടമാണ്. വതഖബ്ബൽ, ആ ചെയ്യുന്ന ജോലി അല്ലാഹു സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ്. വല്ലാഹു അഅലം, ബാക്കിയൊക്കെ അള്ളാഹുവിനറിയാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഏതൊരു കാര്യത്തിന്റെയും ആദ്യത്തിൽ ബിസ്മില്ല ആരംഭിക്കുന്നത് എന്തിനാ? ഒന്ന്, ആ ബിസ്മില്ലയിലുള്ള ബർക്കത്ത് ഈ ചെയ്യാൻ പോണ ജോലിയിൽ കിട്ടാൻ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമത്തെ മുന്തിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുക. നല്ല വിശപ്പുള്ളപ്പോഴാണ്, നല്ല ദാഹമുള്ളപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കിട്ടി, എടുത്ത് മോന്തനതിന് മുന്നേ എന്ത് ചെയ്തു? അത് തന്നെ അള്ളാഹിനെ ഓർത്തു ബിസ്മില്ല. അതാണ് തയമ്മൂനൻ. അതേപോലെ തന്നെ വസ്തിആനത്തൻ അലൽ ഇത്മാം, ആ ചെയ്യുന്ന ജോലി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്തിആനയാണ്, സഹായതട്ടമാണ്. വെള്ളം കുടിച്ച് തീരാനുള്ള സഹായതട്ടം. വതഖബ്ബൽ, അല്ലെങ്കിൽ വതഖബ്ബുലിൻ, അത് സ്വീകാര്യ യോഗ്യമായി തീരുന്നതിനും എന്തു വേണം? ബിസ്മില്ല വേണം. അപ്പൊ എന്തിനാ ബിസ്മില്ല ഉച്ചരിക്കുന്നത് മനസ്സിലായല്ലോ? ഒന്ന്, പിശാചിനെ പരാജയപ്പെടുത്താൻ. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ നാമം മുൻനിർത്തി ഓരോ പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ. മൂന്നാമത്തത്, ആ ബിസ്മില്ലയിലുള്ള ബർക്കത്ത് ലഭിക്കുവാൻ. ബിസ്മില്ലയുടെ ബർക്കത്തിന്റെ ആ ബർക്കത്ത് നമ്മുടെ മുഴുവൻ മേഖലയിലും നമുക്ക് ലഭിക്കാൻ. ഇനി ബിസ്മില്ല പറയേണ്ട രംഗങ്ങളാണ് ഈ പറഞ്ഞു തന്നത്. ഇതിൽ പറയാത്ത ഒരുപാട് രംഗങ്ങളുണ്ട്. ഇത് പറയാത്ത ഒരുപാട് രംഗങ്ങളില്ലേ? വസ്ത്രം ധരിക്കുമ്പോൾ, വസ്ത്രം അഴിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ പറയണം ബിസ്മില്ല. വാഹനത്തിലേക്ക് വലതുകാലിൽ വെക്കുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ല പറയണം. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ മറ്റ് നല്ലതായ മുഴുവൻ രംഗങ്ങളിലും എന്ത് പറഞ്ഞുകൊണ്ടൊരു മുസ്ലിം ആരംഭിക്കണം? ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത് എന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വിശദീകരിക്കുന്നിടത്ത് ഇദ്ദേഹം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തരുന്നു. അതേപോലെ തന്നെ മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമാണെന്ത്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം, അല്ലാഹു പറയുന്നു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത്യുത്തമമായ നാമങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ? അത്യുത്തമ നാമങ്ങൾ. അസ്മാഉൽ ഹുസ്ന, ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ലതെന്നാണ്. അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ചോദിക്കണം എന്ന് പറഞ്ഞു. ഈ അസ്മാഉൽ ഹുസ്ന എന്ന് എത്ര സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്? അസ്മാഉൽ ഹുസ്ന, ഹുസ്ന എന്ന് ഞാൻ സ്ഥലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാന്റെ നാമങ്ങളല്ല ഈ പറയുന്നത്. അസ്മാഉൽ ഹുസ്ന എന്നുള്ളതുണ്ടല്ലോ, അത്യുത്തമ നാമങ്ങൾ എന്നുള്ളത് അള്ളാഹു 4 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന്, 7-ാമത്തെ അധ്യായത്തിലെ 150-ാമത്തെ ആയത്ത്, സൂറത്ത് അഅറാഫിലാമത്തത് 20-ാമത്തെ അധ്യായം സൂറത്ത് താഹയിലെ 8-ാമത്തെ ആയത്ത്, 59-ാമത്തെ അധ്യായം സൂറത്ത് ഹശറിലെ 4-ാമത്തെ ആയത്ത്, 24-ാമത്തെ ആയത്ത്. ഇത്രയും സ്ഥലത്ത് അള്ളാഹ് എന്തെന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ? അസ്മാഉൽ ഹുസ്ന എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഏതാ? ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന.
അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 99 നാമങ്ങളുണ്ട്, 100ൽ 1 കുറവ്. ആരെങ്കിലും അത് ക്ലിപ്തപ്പെടുത്തി മനഃപ്പാഠമാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ 98 നാമങ്ങളും പറയുന്നത് ആരെ കുറിച്ചാണ്? അള്ളാഹിനെ കുറിച്ചാണ്. അതുകൊണ്ട് നാമങ്ങളിൽ ഏറ്റവും ഇസ്മുൽ ജലാല, ഏറ്റവും മഹത്വമുള്ള നാമം ഏതാ? അള്ളാഹുവാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ 99 നാമങ്ങളും ഒരേ ശ്രേഷ്ഠതയിലാണ് ഉള്ളത്. ചോദ്യം മനസ്സിലായോ? 98 നാമങ്ങളും ഒരേ ശ്രേഷ്ഠതയാണോ? അതോ പരസ്പരം ശ്രേഷ്ഠത കൂടുകയും കുറയും ചെയ്യോ? കൂടുകയും കുറയും ചെയ്യും. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ ശിക്ഷ എന്ന നാമത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് അള്ള പൊറുക്കും എന്നുള്ളത്. ഗഫൂർ അല്ലെ? അതേപോലെ റിള, അള്ളാന്റെ തൃപ്തി എന്നുള്ളത് അള്ളാന്റെ കോപത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അള്ളാന്റെ നാമങ്ങൾ ശ്രേഷ്ഠതയിൽ പരസ്പരം ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നാമമാണേത്? അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുമ്മ. മനസ്സിലായല്ലോ? അപ്പൊ ബിസ്മില്ലയിൽ അള്ളാഹു മുന്തിച്ച നാമം ഏതാ? അള്ളാഹു ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാൻ അർ റഹീം. പക്ഷെ ആ റഹ്മാൻ അർ റഹീമിനെ അള്ളാഹ് മുന്തിച്ചു. ഏതുകൊണ്ട്? ബിസ്മില്ല എന്നതുകൊണ്ട് മുന്തിച്ചു. അതുകൊണ്ട് പണ്ഡിതനോ പറഞ്ഞു, അല്ലാഹുമ്മ ജമീഉ ദുആ, അല്ലാഹുമ്മ എന്ന് പറയുന്നത് സകല പ്രാർത്ഥനകളും ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുമ്മ. മനസ്സിലായോ? ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന നാമം ഏതാ? അല്ലാഹ് എന്നാണ്. അതുകൊണ്ട് 99 നാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ നാമം ഏതാ? അല്ലാഹ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് പറഞ്ഞു, അള്ളാഹു എന്നുള്ളത് ഇലാഹ് എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? അള്ളാഹ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അലിഹ എന്ന പദത്തിൽ നിന്നാണ്. അപ്പൊ അള്ളാഹ് എന്ന് ഉച്ചരിക്കണമെങ്കിൽ ആ അലിഫ്ലാം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? ഉച്ചരിക്കാനേ പറ്റില്ല. അള്ളാഹ് എന്ന് ഉച്ചരിക്കണമെങ്കിൽ എന്ത് വേണം? അലിഫുല്ലാമും വേണം. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാവൂല? അള്ളാഹൂല. എന്നാ ബാക്കി 99 നാമങ്ങളും എന്ത് ചെയ്യാം? അലിഫ്ലാം ഉച്ചരിക്കാതെ പറയാം. അർ റഹ്മാൻ എന്ന് പറയണമെന്നില്ല. യാ റഹ്മാൻ, കണ്ടോ അലിഫ്ലാമില് അവിടെ. പക്ഷെ യാ അള്ളാഹ് അവിടെ അലിഫ്ലാം കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്മുൽ ജലാല, ജലാലത്തിന്റെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഇസ്മാണേത്? അള്ളാഹു എന്നുള്ളത്. മനസ്സിലായല്ലോ പറഞ്ഞത്? മനസ്സിലാകുന്നുണ്ടോ? ബാക്കി 98 നാമങ്ങളും അടങ്ങുന്നത് ഈ അള്ളാഹ് എന്ന നാമത്തിലേക്കാണ്. അതുകൊണ്ടാണ് ആ നാമത്തിന് ഇസ്മുൽ ജലാല എന്ന് പറയാനുള്ള കാരണം. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ അള്ളാഹ് എന്ന പദത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കണം. മനസ്സിലായല്ലോ? നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ എൽമുൻ അല റബ്ബ്, റബ്ബിനെ കുറിച്ചുള്ള ഒരു അറിവാണെന്ത്? അള്ളാഹ്, അല്ലെങ്കിൽ ഒരു അടയാളമാണെന്ത്? അള്ളാഹ് എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു ഇന്നഹുൽ ഇസ്മുൽ അഅ്ളം, അള്ളാഹ് എന്നുള്ളതാണ് ഏറ്റവും അഅ്ളമായ, ഏറ്റവും മഹത്വമേറിയ നാമം ഏതാ? അത് അള്ളാഹ് എന്നുള്ളതാണ്. ലിഅന്നഹു യൂസഫു ബിജമീഇ സിഫാത്തി, സകല വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഏത്? അള്ളാഹ് എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇസ്മുൽ ജലാല എന്നും ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നും എന്തിനു പറയും? അള്ളാഹുവിന് പറയും. പക്ഷെ ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നതിനൊരു പ്രത്യേകത ഹദീസുകളിൽ കാണാം. എന്നാൽ ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 4 ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 4 ഹദീസും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ചില ഭാഗങ്ങളിൽ എന്ത് കാണാം? ഭൂരിഭാഗ ഹദീസുകളിലും എന്തുണ്ട്? അള്ളാഹ് ഉണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറഞ്ഞു ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ അതിമഹത്വമേറിയ നാമം. ഇദാ സുഇല ബിഹി അഅത വഇദാ ദുഇയ ബിഹി അജാബ, ആ നാമങ്ങൾ കൊണ്ട് ചോദിച്ചാൽ അത് അല്ലാഹ് നൽകുക തന്നെ ചെയ്യും. ആ നാമം കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഏത് നാമം കൊണ്ട്? ഇസ്മുല്ലാഹിൽ അഅ്ളം. ബിസ്മില്ല അല്ല, ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നതുകൊണ്ട്. എന്നിട്ട് ആ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകൾ അതിന് ബദലായി പറഞ്ഞു തന്നു. ബിസ്മില്ലാഹിൽ ആളം വരുന്ന 3 ആയത്തുകൾ പറഞ്ഞു. ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ്. ഏതാ 255 ആയത്ത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലെ? ആ ആയത്തിൽ എത്ര അള്ളാന്റെ നാമങ്ങളുണ്ട്? ഒന്ന് ഓദിക്ക ആയത്തിൽ കുറിച്ച്. എത്ര നാമുണ്ട്? 4 ഏതൊക്കെയാ പറഞ്ഞോ? അൽ ഹയ്യ്, അൽ ഖയ്യൂം വിശേഷണമാണ്. ഇതിന്റെ ഇടയിലൊന്നുമില്ല, അവസാനത്തിൽ 2 അൽ അലിയു, അൽ അദീം. പിന്നെ ഒരു നാമം എന്താ പറയാത്തെ? അള്ളാഹ് എന്നുള്ള നാമല്ലേ? എത്ര ഉണ്ട്? 5 മനസ്സിലായല്ലോ. അപ്പൊ ഒന്നാമത് ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബിയോട് നബി പറഞ്ഞു കൊടുത്ത എന്താ? സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയിലുണ്ട് എന്ത്? ഇസ്മുല്ലാഹിൽ അഅ്ലം. രണ്ടാമത് പറഞ്ഞു കൊടുത്തു സൂറത്തു ആലി ഇമ്രാനിലെ 2ാമത്തെ ആയത്ത്. സൂറത്തു ആലു ഇമ്രാനിലെ അഥവാ 3ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ആയത്ത്. സ്ത്രീകളുടെ കയ്യിൽ ആരെങ്കിലും ഖുർആൻ ഉണ്ടോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അതാണ് ആയത്ത്, 2ാമത്തെ ആയത്ത്. അതിലേതൊക്കെ വന്നു? അള്ളാഹു വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വരില്ലല്ലോ, അള്ളാഹു വന്നു, അൽ ഹയ്യ്, അൽ ഖയ്യൂം. അപ്പൊ ഏതാ ഇസ്മുല്ലാഹിൽ ആളം? ഈ 3 അല്ലേ? ഇനി 3ാമത് നബി പറഞ്ഞത് സൂറത്തു ത്വാഹയിലെ 111ാമത്തെ ആയത്താണ്. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. അവിടെ ഏത് വന്നു? അൽ ഹയ്യും അൽ ഖയ്യൂമും വന്നു. അപ്പൊ ഇസ്മുല്ലാഹിൽ ആളം എന്നതുകൊണ്ട് നബി എന്താ ഉദ്ദേശിച്ചത്? അല്ലാഹു, അൽ ഹയ്യ്, അൽ ഖയ്യൂം. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? ഈ നാമം വെച്ചിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകും. ഈ നാമം കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അതിനതിന് ഉത്തരം നൽകും. ഒരു ദിക്ർ പറഞ്ഞ് രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റിന്റെ കൂട്ടത്തിലുള്ള ഒരു ദിക്ർ പറഞ്ഞ്. ഏതെങ്കിലും ഒന്നല്ല, ഈ നാമം പറഞ്ഞ പറഞ്ഞു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായവനെ. എന്താ ഹയ്യ്? എന്താ ഹയ്യ്? പറയേ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂമോ? എന്നെന്നും ജീവിച്ചിരിക്കുന്നതിന് പിന്നെ മരണമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാം നിയന്ത്രിക്കുന്നവൻ. യാ ഹയ്യു യാ ഖയ്യൂം. പിന്നെന്താ? ബിറഹ്മതിക അസ്തഗീഥു. നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. അല്ലേ? പിന്നെന്താ പറയുന്നത്? അസ്ലിഹ് ലി ശഅനി കുല്ലഹു. എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്. കണ്ണിമ വെട്ടുന്ന ഒരു നേരം പോലും എന്റെ ശ്വാസോച്ഛ്വാസം, കണ്ണടക്കലുകൾ, കൈവിരലുകൾ, നിവരല്, ചരങ്ങൽ, ഇതൊന്നും തീരുത്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അല്ലാഹുവാണ്. റബ്ബേ എന്നെ ഏൽപ്പിക്കലെന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് ചോദിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ഈ ചോദ്യം നല്ല ക്ലിയർ ആയി പഠിച്ചിട്ട് ചോദിച്ചാൽ മതി എന്നർത്ഥം. പിന്നെ വേറെയുള്ള 3 ഹദീസ് 3 പ്രാർത്ഥനകളാണ്.
ഏത് ഇസ്മുല്ലാഹിൽ ആളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 4 ഹദീസുകൾ. ആ ഹദീസിലെ ഒരേ ഒരു ഹദീസാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ ഇസ്മുല്ലാഹിൽ ആളമിന്റെ പ്രത്യേകത? ഇപ്പൊ പറഞ്ഞില്ലേ, ഇതാ സുഇല ബിഹി ഉഅത അല്ലേ? ചോദിച്ചാൽ, അതുകൊണ്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു നൽകും. വഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? ഉത്തരം നൽകും. പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു ദുആയല്ല. അതിനൊക്കെ ആളുകൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇസ്മുല്ലാഹിൽ ആളെന്ന് ആളെന്ന് പറഞ്ഞ ഹദീസിലൊക്കെ ദുആ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട ദുആയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദുആ ഏതാണെന്ന് എനിക്കറിയില്ല. ഇസ്മുല്ലാഹിൽ ആലമി എന്ന് പറഞ്ഞിട്ടൊരു ദുആ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇസ്മുല്ലാഹിൽ ആലമി എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഹദീസുകളിൽ 4 ഹദീസിൽ 3 എന്താണ്? ദുആയാണ്. അതില് വേറെ ചില നാമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു വരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ 99 നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാമമാണെന്ത്? ഏതാ? അല്ലാഹു എന്നുള്ള നാമം. ബിസ്മില്ലയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ പറയേണ്ട, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ബിസ്മില്ല എന്നുള്ള ബർക്കത്താണ്. അതിന് നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടി എന്ത് വേണം? ബിസ്മില്ല വേണം. അതേപോലെ തന്നെ ബിസ്മില്ല എന്നുള്ള അള്ളാഹുവിന്റെ നാമമാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അള്ളാഹുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ഏതൊരു കാര്യവും പരിപൂർണമാക്കാൻ വേണ്ടിയിട്ടും സ്വീകാര്യയോഗ്യമാകാൻ വേണ്ടിയിട്ടുമാണ് എന്ത് പറയുന്നത്? ബിസ്മില്ല പറയുന്നത്. ബിസ്മില്ല അള്ളാഹിന്റെ നാമമായതുകൊണ്ട് അതിന് ബർക്കത്തുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ നാമമാണേത്? അള്ളാഹ്. ആ അള്ളാഹ് എന്ന നാമത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്തിക്കുന്നത്. അതുകൊണ്ട് അതിന് ആ ശ്രേഷ്ഠതയുണ്ട്. പിന്നെ വുളൂ ചെയ്യുമ്പോൾ, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അതേപോലെ വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, ഇങ്ങനെ ബിസ്മില്ല പറയണമെന്ന് പറഞ്ഞ മുഴുവൻ രംഗങ്ങളും എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.